സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ അക്ബർ നേര്യമംഗലത്തിന്റെ പുതിയ പുസ്തകം നിന്നെക്കുറിച്ചുള്ള കവിതകളുടെ പ്രകാശനം അടിമാലിയിൽ നടന്നു. പച്ച ആഴ്ചപത്രത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രണയ കവിതകളുടെ സമാഹാരമായി പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. അക്ബറിന്റെ 5ാമത്തെ പുസ്തകമാണിത്. ജീവിത വഴിയിലെ ചുറ്റുപാടുകളെ എഴുത്തിനോട് ചേർത്തുള്ള രചനാ ശൈലിയാണ് സാഹിത്യകാരനായ അക്ബർ നേര്യമംഗലത്തിൻ്റേത്. അക്ബറിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയിട്ടുള്ള പുസ്തകമാണ് നിന്നെക്കുറിച്ചുള്ള കവിതകൾ, പ്രണയ കവിതകൾ. പട്ടാമ്പി ലോഗോസ് ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശനം അടിമാലി ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PSCB ഉദ്ഘാടനം ചെയ്തു. നമ്മളെന്നൊക്കെ പറയാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ട കാഴ്ചകളാണ് ഞാൻ കുറിച്ചു വെച്ചത്. എന്റെ പ്രണയം ആരോടുമാവാം, എന്തിനോടുമാവാമെന്നാണ് അക്ബർ കുറിച്ചത്. അപ്പൊ ആ കവിതകൾ 5ാമത്തെ പുസ്തകമാണ് അക്ബറുടെ ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. നോവലിസ്റ്റ് പുഷ്പമ്മ പുസ്തക പ്രകാശനം നിർവഹിച്ചു. അക്ബറിന്റെ ഭാര്യ നബീസ അക്ബർ പുസ്തകം സ്വീകരിച്ചു. കവി ശ്രീകുമാർ കരിയാട് മുഖ്യാതിഥിയായി. സാഹിത്യകാരൻ ആന്റണി മുനിയറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് പുസ്തകാസ്വാദന പ്രഭാഷണം നടത്തി. പച്ച ആഴ്ചപത്രം പത്രാധിപർ സത്യൻ കോനാട്ട്, എഴുത്തുകാരൻ CS രജികുമാർ, ഷീല ലാൽ, സന്തോഷ് കുമാർ MM തുടങ്ങി സാമൂഹിക സാംസ്കാരിക സാഹിത്യരംഗത്തെ വിവിധ ആളുകൾ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. അക്ബറിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുള്ള സാഹിത്യ സൃഷ്ടികളിൽ 4 കവിതാ സമാഹാരങ്ങളും 1 കാടനുഭവങ്ങളുമാണ്. എഴുത്തിനൊപ്പം മാധ്യമപ്രവർത്തനം കൂടി ഒപ്പം കൊണ്ടുപോകുന്ന അക്ബർ നേര്യമംഗലം ഭാരതീയ സേവക് സമാജ് പുരസ്കാരം, സംസ്കാര സാഹിതി അവാർഡ് തുടങ്ങി വിവിധ അവാർഡ് ജേതാവ് കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.